ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടനും ഷിബുവും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഭദ്രനും വിലാസിനിയും കൂടെ വരുന്നത്. അപ്പം അയ്യപ്പേട്ടനെ കണ്ടു കഴിഞ്ഞപ്പം നേരം വെളുത്താലും അയ്യപ്പേൻ്റെ ബെഡായി തീരില്ലെന്നും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ നിൽക്കുക. ഞാനേ വേറെ വഴിക്ക് പോയി അകത്ത് കയറി ഗീതുവിനെ വിളിച്ച് പുറത്തിറക്കാമെന്നും പറഞ്ഞു ഭദ്രൻ. ശരി ശരിയെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. അപ്പോൾ നിങ്ങൾ എനിക്ക് സത്യം ചെയ്ത് തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്തു സത്യം ചെയ്യാൻ? അല്ലെന്നേ, ഇവിടെ ഇറങ്ങി വന്നതിന് ശേഷമേ ഗീതുവിനോട് കാര്യങ്ങൾ പറയുള്ളൂ. അതൊക്കെ വേണോ? അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യിക്കുന്നു. കിട്ടുന്നതല്ല ഒറ്റയ്ക്ക് വിഴുങ്ങില്ല, പാതി നിനക്കും തരും, സത്യം എന്ന് പറഞ്ഞതേ സത്യവും ചെയ്യിപ്പിച്ചു, സ്വന്തം തലയിൽ തൊടിയിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് ഭദ്രനെ പറഞ്ഞു വിട്ടിട്ട് വിലാസിനെ അവിടെ കാവൽ നിൽക്കുക. ഈ സമയത്ത് ഷിബുവും നമ്മുടെ അയ്യപ്പനും കൂടെ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക. ആ സമയം പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയാണ്. ഗീതു ആണെങ്കിൽ മുഖത്ത് ആ ഒരു ഇതൊക്കെ പുരട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദൻ കയറി വന്നപ്പോൾ ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയി. വലിയ വായിൽ കാറി, ഒച്ച കേട്ട് ഗീതുവും കാറി. അങ്ങനെ രണ്ടുപേരും കൂടെ എന്താണെന്ന് ചോദിച്ച് നിൽക്കുക. നീയായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കാൻ നിൽക്കായിരുന്നു ഗോവിന്ദൻ പറഞ്ഞപ്പോൾ. കണ്ടിട്ട് എന്നെയും പേടിപ്പിച്ചല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞു അപ്പുറത്ത് കരച്ചിലും ബഹളം. അതാരാ എന്നും ഗീതു ചോദിച്ചു. അയ്യോ അയ്യോ എന്നും പറഞ്ഞ് കാറുന്നുണ്ടേ. അപ്പം അമ്മയല്ലേ, കാഞ്ചനയാണോ, ആരാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഗീതു ഓടിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുക. ഓടിച്ചെന്നപ്പോൾ കാഞ്ചനയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ രാധിക. കാരണം എന്താ, രാധികയുടെ മൊത്തം പൊള്ളി എന്താ അങ്ങനെ ആയിപ്പോയി. ആ സമയത്ത് കാഞ്ചനയുടെ മുഖത്തും വാരി ആ സാധനം തേച്ചു വെച്ചു ഈ രാധിക. എൻ്റെ രാധിക മാമി, എന്നൊന്നും ചെയ്യല രാധിക മാമി എന്നും പറഞ്ഞുകൊണ്ട് കരയുന്ന ഒച്ചയാ. എടിയേ നീ എന്നെ ചതിച്ചല്ലേടി എന്നും ചോദിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നു. ഈ സമയം 3 പേരും, അതായത് ഗീതു അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും കൂടെ ഓടി വന്നപ്പോൾ 3 പ്രേതങ്ങൾ ഇങ്ങനെ നിൽക്കുക. രാധിക, കാഞ്ചന, ഗീതു. അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും പേടിച്ചിങ്ങനെ നോക്കുമ്പം അയ്യോ ആരും പേടിക്കണ്ട, ഞങ്ങൾ 3 പേരെയും മുഖത്ത് രക്തചന്ദനം തേച്ചതാ എന്ന് ഗോവിന്ദനോട് ഗീതു പറഞ്ഞു. ഇങ്ങനെ നിൽക്കാതെ പേടിയാകുന്നെന്ന് പറഞ്ഞു ഗോവിന്ദൻ അന്നേരം. ഈ സമയത്ത് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക നമ്മുടെ കാഞ്ചന. അതുപോലെ തന്നെ രാധികയും. എൻ്റെ പൊന്നേ, എൻ്റെ കണ്ണുകൾ ഫ്യൂസ് അടിച്ച് പോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കരയും കേട്ടോ കാഞ്ചന. ഈ സമയത്ത് രണ്ടുപേരും കൂടെ ഓടി മുഖം കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഗോവിന്ദൻ ഗീതുവിനോട് ചോദിച്ചു, ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത്? നീയും മുഖത്ത് തേച്ചല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിൽക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ദേ വരുന്നു നമ്മുടെ അച്ഛൻ, അതായത് ഗീതുവിൻ്റെ അച്ഛൻ. അയാൾ കയറി വന്നിട്ട് സന്ധ്യ കഴിഞ്ഞിട്ടും ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ഇവിടെ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഭദ്രൻ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഈ മുഖത്ത് പൊടിയൊക്കെ വാരി തേച്ചുകൊണ്ട് കാഞ്ചന ഇറങ്ങി വരിക. കാഞ്ചനയെ കണ്ടപ്പോഴേക്കും ഭദ്രൻ പേടിച്ചു പോയി. ഈ സമയത്ത് 3 പേരിങ്ങനെ മുഖമൊക്കെ വികൃതമാക്കി ഇറങ്ങി വരിക. ആദ്യം കാഞ്ചന കാറിക്കൊണ്ട് വരുന്നു. കാഞ്ചനയെ തല്ലിക്കൊല്ലാനായിട്ട് രാധിക പുറകെ വരുന്നു. പിന്നാലെ നമ്മുടെ ഗീതു വരുന്നു. അപ്പോൾ ഈ 3 പേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭദ്രൻ ശരിക്കും പേടിച്ചു പോയി. അപ്പം എന്താ ഇവിടെ പ്രശ്നമെന്ന് ഗീതു ഇറങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എടി രാക്ഷസി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്നെ പാത്താൽ മാത്രമല്ല മാമിയെ പാത്താലും രാക്ഷസി പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന കരഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് വന്നേ. ഒച്ച കേട്ട അയ്യപ്പേട്ടൻ ഓടി വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ എന്നും പറഞ്ഞൊരു കരച്ചില്ല. അയ്യപ്പേട്ടനും ഇതുങ്ങളെ 3 കൂടെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അയ്യോ ഇത് എന്നതാന്ന് ചോദിച്ചു. പെട്ടെന്ന് ഈശ്വരാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒക്കെ ഈ രൂപങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രേഖ ഇതൊക്കെ കണ്ടൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വന്ന് നിൽക്കുക. രേഖയ്ക്കല്ലേ കാര്യം അറിയത്തുള്ളൂ എന്താണെന്ന്. ഈ സമയത്ത് അമ്മേ, ചിലപ്പോൾ രക്തചന്ദനത്തിൻ്റെ അലർജി ആയിരിക്കും, ഇങ്ങനെ നിലവിളിക്കാതെ രണ്ടുപേരും പോയി മുഖം കഴുകാൻ പറഞ്ഞു രേഖ. വേഗം ചെല്ലുന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇവരെ പറഞ്ഞു വിട്ടു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് രേഖയെ ഈ സമയത്ത് കാഞ്ചനെ ആദ്യം കഴുകാൻ ചെന്നു. മാറി നിൽക്കടി പിശാചെന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ പിടിച്ച് തള്ളിയിട്ട് രാധിക മുഖം കഴുകുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഏതായാലും കളി എങ്ങനെയുണ്ട് ഗീതു എന്ന് ചോദിച്ചു. കളിയോ? എന്ത് കളി? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രേഖേച്ചി എന്ന് പറയുന്ന ഗീതുവിനോട്. കുഴപ്പമുണ്ടാവില്ല, എനിക്ക് അലർജിയൊന്നും ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേഖ കാര്യം പറയാണ് ഗീതുവിനോട്. ആ സമയത്ത് മുഖം കഴുകിയിട്ട് ജീവനും കൊണ്ട് കയറി ഓടുന്ന രാധികയുടെ മുന്നിലേക്ക് ഗോവിന്ദൻ വന്നു. മാറി നിൽക്കടാന്നും പറഞ്ഞുകൊണ്ടാണ് ജീവനും കൊണ്ട് കയറി ഓടുന്നത്. അങ്ങനെ അങ്ങ് ഓടി കയറിപ്പോയി. ഗീതു അതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഗീതു നീ അമ്മയെ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു ഗോവിന്ദൻ. ശരി കണ്ണേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഗീതു മുകളിലേക്ക് കയറി പോന്നു. രേഖ ഇതൊക്കെ നോക്കി നിൽക്കുക. അപ്പോൾ അയ്യപ്പേട്ടൻ ലൈറ്റൊക്കെ ഒന്ന് ഇട് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടനെ കൊണ്ട് ലൈറ്റ് ഇടിക്കുന്നു ഗോവിന്ദൻ. ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന് പകുതി ആശ്വാസമായെന്ന് പറഞ്ഞു ഗോവിന്ദനകത്തേക്ക് കയറിപ്പോണു. ഗോവിന്ദനും കയറിപ്പോയി. എല്ലാവരും പോയി. നമ്മുടെ രേഖ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് അയ്യപ്പേട്ടൻ അവിടെയൊക്കെ തപ്പി തേടി ഇങ്ങനെ നടക്കുക കേട്ടോ. ആ സമയം അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ രേഖയും അതുപോലെ തന്നെ അയ്യപ്പേട്ടനും കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് വിലാസിനി ആ ഇരുട്ടിൻ്റെ മറവിലൂടെ ഇങ്ങനെ നടന്നു വരിക. ഇത് ഇവർ കണ്ടു. ഇതാര്? വിലാസിനി എന്താ ഇവിടെ എന്നിങ്ങനെ നോക്കുക കേട്ടോ ഇവർ. വിലാസിനി ഇങ്ങനെ
ഭദ്രനെ തേടി വന്നത്. ആ സമയത്ത് ഭദ്രൻ ദേ വിലാസിനിയുടെ കാൽച്ചുകൂട്ടിൽ ഭദ്രനെ കയറി വിലാസിനി ചവിട്ടി. ഇതാരെ ഈ രാത്രിയിൽ ഇവിടെ വെള്ളം അടിച്ച് വിറ്റായി കിടക്കുന്നത് എന്നിങ്ങനെ ആ ഒരു ഇതിൽ. അപ്പോഴേക്കും അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ വിലാസിനി ഇവിടെയെന്ന് ചോദിച്ചു. ഇതാരായി കിടക്കുന്നത്, ഇതാരാന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഭദ്രനെ പിടിച്ച് തിരിച്ചിട്ടു അയ്യപ്പേട്ടൻ. അയ്യോ എൻ്റെ ഭദ്രേട്ടാ, എണീക്ക് ഭദ്രേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാം. എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു. രാധികാമ്മ നിങ്ങൾ വല്ലതും ചെയ്തിച്ചോ എന്ന് ചോദിച്ചു. ഞാനിവിടെ കാണ്ടാമൃഗത്തിനെ കണ്ടു. കാണ്ടാമൃഗമോ? ആ ഞാൻ കണ്ടു. കാന്താരകൾ കാണ്ടാമൃഗോ കാന്താരയോ ആരാന്നൊന്ന് പറയാൻ പറഞ്ഞു വിലാസിനി. കാന്താരകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ രേഖ വന്നു. അപ്പോഴേക്കും കണ്ട രൂപത്തെ പറ്റി വിശദീകരിക്കാം. ഇത് കേട്ടപ്പോഴേക്കും രേഖയ്ക്ക് അതുപോലെ അയ്യപ്പനെ ചിരി വന്നു. അവരിങ്ങനെ മുഖം അടച്ചു പിടിച്ച് ചിരിക്കുക കേട്ടോ. കാരണം കണ്ട് പേടിച്ച് പോയല്ലോ. ആ കാന്താരകൾ എൻ്റെ നേർക്ക് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടല്ലേ, ഞങ്ങളെല്ലാവരും കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പം അങ്കിളിനെ വെറുതെ വിടാനുള്ള ഒരു ചാൻസും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ പറയാം. ഞങ്ങൾ പോയിക്കോളാവേ അയ്യപ്പാ, ഞങ്ങളെ ഈ കാറിലൊന്ന് കൊണ്ടുവിടാൻ ഷിബുവിനോട് പറയാവോ എന്ന് ചോദിച്ചു. ഇവിടുത്തെ കാന്താരകളോട് പറഞ്ഞാലേ ആകാശമാർഗത്തിലൂടെ വീട്ടിലെത്തിക്കും, പോരേന്ന് ചോദിച്ചപ്പോൾ അയ്യോ വേണ്ടേ ഞങ്ങൾ പൊക്കോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ അങ്ങനെ ജീവനം കൊണ്ട് രണ്ടെണ്ണങ്ങളും ഓടി. അപ്പം നമ്മളിനി ഇവിടെ നിന്നാലേ ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ പോകും കേട്ടോ. റൂമിൽ ചെന്നിട്ട് മുഖം പുകഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതെ രാധിക ഇങ്ങനെ ഓതുന്നു, തുടയ്ക്കുന്നു, ഒപ്പുന്നു. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ കയറി വന്നു. അയ്യോ മേക്കപ്പ് മുഴുവനും പോയല്ലോ അമ്മേ, എന്തായാലും മുഖം ആകെ പഴുത്ത തക്കാളി പോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് വേറെ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും വരില്ല എന്ന് ഗീതു പറയണം. ഇതൊന്നും കേട്ടിട്ട് രാധിക പ്രതികരിക്കുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് ബ്യൂട്ടി പാർലറുകാർ തെണ്ടി പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എടീ നിന്നെ ഞാനെന്ന് പറഞ്ഞ് രാധിക അങ്ങ് ചെന്നു. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പോയേക്കാമേ, എൻ്റെ ദൈവമേ എന്നെ ചതിക്കല്ലേ എന്നും പറഞ്ഞ് ഗീതുവേ. ഈ സമയത്ത് ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ ദേ ആ കട്ടിലേൽ ഒരു ബുക്ക് കിടക്കുന്നു. അപ്പോൾ ആ ബുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതു അത് വായിച്ചു. അയ്യോ ഇത് ബുക്കായിട്ടും ഇറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ എടുത്ത് നോക്കുക. അത് വേറൊന്നുമല്ല അതിനകത്ത് എഴുതിയിരുന്നത്, മരുമകൾക്ക് പണി കൊടുക്കാൻ 101 വഴികളെന്നുള്ളൊരു ബുക്കായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രാധിക ഇങ്ങനെ വിളറി നിൽക്കുക കേട്ടോ. കൊള്ളാം, എനിക്ക് വേണ്ടി നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണതാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ ബുക്ക് കണ്ടതോടുകൂടി അത് ഞാൻ ഉറപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ നിന്ന് പറയാം. അപ്പം ഗീതു അത് കണ്ടുപിടിച്ചേ. അങ്ങനെ രാധികയുടെ വലിയൊരു കള്ളത്തരം നമ്മുടെ ഗീതു കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഇതൊക്കെ വായിച്ചേ അമ്മ ഇങ്ങനെ വെറും ആ ഒരു നിലവാരത്തിലേക്ക് പോകരുത്, കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ള പണികളൊക്കെ നോക്കാൻ പറഞ്ഞു. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താലേ ഇഷ്ടം പോലെ കിട്ടും. അപ്പം നീ എനിക്കിട്ട് ചെയ്യുന്ന പണികളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്നാണോ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു പണിയും തരാറില്ല. പക്ഷേ എല്ലാം കണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ട്, ദൈവം, അത് നിങ്ങൾക്ക് പണി തന്നോണ്ടേ ഇരിക്കും രാധികാമ്മയെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ പറയും. നിങ്ങൾ എന്ത് ചെയ്താലും അതൊന്നും ഏക്കില്ല എന്നും പറഞ്ഞു. എൻ്റെ ഭഗവാനേ, മുഖം ശരിയാകാൻ അമ്മയ്ക്ക് പെട്ടെന്ന് നീ എന്നൊരു സമയം കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കണ്ടടി, നിനക്കെട്ടുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്ത് പണിയാണ് വരുന്നത്, നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണിയായിരിക്കും എന്ന് പറയുകയാണ് രാധിക. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞപ്പം അതെ, അല്ലെങ്കിൽ എൻ്റെ പേര് അറക്കൽ രാധിക എന്നല്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലല്ലോ, നീ എന്താ പറഞ്ഞത്, അമ്മ അറക്കൽ രാധികാ മാധവനല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞതാ. വെറും രാധികയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ നോക്കുന്നു രാധിക. അതുകൊണ്ട് നാളെ ഞാൻ പുറത്തു പോകുകയും ചെയ്യും, ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാണാടി എന്ന് പറഞ്ഞു. കാണാം എന്ന് പറഞ്ഞ് ഗീതു അടന്നു പോയി. രാധിക എന്നിട്ട് കലിതുള്ളി അങ്ങ് പോവുക. ഈ സമയത്ത് നമ്മുടെ ഗീതു ബെഡ്റൂമിൽ ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് രാധികാമ്മയുടെ മുഖം വികൃതമായതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതായത് ഫേസ് ടു ഫേസ് നിന്ന്. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. ഗോവിന്ദൻ കയറി വന്നപ്പോൾ ഗീതു പെട്ടു. ദൈവമേ പണി കിട്ടിയോ എന്ന് ഇങ്ങനെ ഗീതു ആലോചിക്കാം. ഈ സമയം ഗോവിന്ദൻ കയറി വന്നിട്ട് ഗീതുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നത്, അപ്പോൾ എനിക്ക് നിന്നോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അമ്മയുടെ മുഖം കുളവാക്കാൻ നീ ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഇഷ്ടം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതെ, രാധികാമ്മയുടെ മുഖത്ത് പരട്ടിയ രക്തചന്ദനത്തിൻ്റെ കുഴപ്പം കൊണ്ട് അലർജി ഉണ്ടായതിന് ഞാനെന്ത് പഴച്ചു എന്ന് ചോദിച്ചു. അമ്മ ആദ്യമായിട്ടല്ല രക്തചന്ദനം ഒന്നും തേക്കുന്നത്, ഇതുവരെ അലർജി ഉണ്ടായിട്ടില്ല. കാഞ്ചനയ്ക്കും അലർജിയും നീറ്റിലും ഉണ്ടായില്ലെന്ന് ചോദിച്ചു. അവൾക്ക് അലർജി, അതേ രക്തചന്ദനം ഉപയോഗിച്ച് നിനക്ക് അലർജി ഇല്ലല്ലോ, അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയേണ്ടതെന്നിങ്ങനെ പറഞ്ഞപ്പം ഞാൻ എൻ്റെ ഒരു ഊഹം പറയട്ടെ, പക്ഷേ കണ്ണേട്ടൻ സമാധാനപരമായിട്ട് അത് കേൾക്കണമെന്ന് പറഞ്ഞു ഗീതു. ഞാൻ മുഖത്ത് തേക്കാൻ രക്തചന്ദനം ചോദിച്ചപ്പോൾ അതിലെന്തോ കൃത്രിമമായി ചേർത്ത് എൻ്റെ മുഖം പൊള്ളി നാശമായി ഞാൻ പുറത്തിറങ്ങാതിരിക്കാനുള്ളൊരു പണിയാണ് രാധികാമ്മയും കാഞ്ചനയും കൂടി ചെയ്തത്.
പക്ഷേ അത് അവർക്ക് തിരിച്ചു കിട്ടി. കാഞ്ചനയുടെ പൊട്ടത്തരം കൊണ്ട് രക്തചന്ദനത്തിന്റെ പാത്രം മാറി എനിക്ക് വെച്ച പണി രാധികാമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒറിജിനൽ രക്തചന്ദനം എൻ്റെ അടുത്തും എത്തി. അതാ സംഭവിച്ചത്. അപ്പം ഇത് നീ ഉണ്ടാക്കിയ കഥയല്ലേ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ കഥയല്ല, ഇതാണ് സത്യമെന്ന് പറഞ്ഞു. ഞാൻ കിച്ചണിൻ്റെ ഭാഗത്ത് പോയി നോക്കിയിരുന്നു. കാഞ്ചന രക്തചന്ദനം തയ്യാറാക്കിയ ഭാഗത്ത് മുഖം നീർന്ന് പൊടി വീണ് കിടപ്പുണ്ടെന്നുള്ള കാര്യം പറയുവാണ് ഗീതു. ഇനിയും കണ്ണേട്ടന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാഞ്ചനയെ ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ മതി. അവള് തത്ത പറയുന്നത് പോലെ പറഞ്ഞില്ലെങ്കിലും സത്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഗീതു. ഇത് ചിലപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ അടിമുടി നോക്കുക നമ്മുടെ ഗീതുവിനെ. അങ്ങനെ നോക്കണം എന്നുള്ളൊരിതിൽ. അപ്പോൾ അങ്ങനെ നീ തെറ്റുകാരി അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കണ്ണാടിയിൽ നോക്കി നിന്ന് അങ്ങനെ സംസാരിച്ചത്? സോറി, ആത്മകഥയെ കുറച്ച് ഉറക്കിയായിപ്പോയതാ, ക്ഷമിക്കാൻ പറഞ്ഞു. ഈ ഇടയ്ക്ക് നിനക്ക് ആത്മകഥ ഇച്ചിരി കൂടുന്നുണ്ടെന്ന് ഗോവിന്ദൻ. മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് എൻ്റെ മനസാക്ഷിയോടല്ലേ പറയാൻ പറ്റൂ. മനസാക്ഷിയാണെങ്കിൽ കേട്ടാൻ റെഡി ആയിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണെന്ന് ഗീതു. അതുകൊണ്ട് ആത്മകഥ ബോറാകുമ്പോൾ ഞാൻ എൻ്റെ മനസാക്ഷിയോട് സംസാരിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞു. ഇതേ വട്ടൊന്നും അല്ല കേട്ടോ, എൻ്റെ ഒരു ശീലമാണെന്ന് പറഞ്ഞു. അതൊരു കിളിപോയ ഐറ്റമാണല്ലോ എന്ന് ഗോവിന്ദൻ ചിന്തിച്ചപ്പം ഇതേ കണ്ണേട്ടന് മനസാക്ഷിയോട് സംസാരിച്ച് തുടങ്ങിയല്ലോ, സെയിം ബീച്ച് എന്നും പറഞ്ഞ് ഗീതു അയ്യേ പൊടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. ഗീതു നേരം ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗോവിന്ദൻ നേരെ കാഞ്ചനയുടെ അടുത്തേക്ക് ചെന്നു. കാഞ്ചനയുടെ അരികെ ചെന്നു. കാഞ്ചനയ്ക്കാണെങ്കിൽ ഗോവിന്ദനെ കണ്ടപ്പോൾ തന്നെ ടെൻഷനായത്. ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അടുത്തേക്ക് ചെന്നിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞപ്പം അയ്യോ മാമിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കാഞ്ചന. നിന്റെ പൊട്ടംകളി എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. അമ്മയുടെ മുഖം വൃത്തികേടാകാൻ എന്താടി കാരണം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ രക്തസന്താനത്തിൻ്റെ അലർജിയാ മാമ എന്ന് പറഞ്ഞപ്പോഴേക്കും അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നു നമ്മുടെ ഗോവിന്ദൻ. അപ്പോഴേക്കും ഗീതു അവിടെ നിന്ന് വന്നു. അത് തന്നെയല്ലേ നീ ഗീതുവിനും കൊടുത്തതോ? അതെ, എന്നിട്ട് എന്താ ഗീതുവിന് അലർജി ഉണ്ടാകാതിരുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം ഗീതു നോക്കി നിൽക്കുകയല്ലേ. അപ്പോൾ രക്തചന്ദനത്തിൽ മുഖം നീറാനുള്ള പൊടി നീട്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാധികയ്ക്കിട്ട് പണി കൊടുത്തത് മനസ്സിലായി എന്നുള്ള കാര്യം കാഞ്ചനയ്ക്ക് മനസ്സിലായി. ഒരു പാത്രത്തിൽ കൃത്രിമം ചേർക്കാത്ത ആ ഒരു രക്തചന്ദനം, ഇപ്പുറത്തെ പാത്രത്തിൽ പൊടി ചേർത്ത രക്തചന്ദനം, അതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് മാമ അത് വന്ന് രാധിക മാമിക്ക് നൈസായിട്ട് അറിയണം, അതിനുവേണ്ടി മിക്സിയിലാണ് അരച്ചത്. ഗീതു പാപ്പായ്ക്ക് കവറിൽ വരുന്ന പൊടിയാ ചേർത്തത്. മുഖം നീറുന്നത് മിക്സി ശരിക്കും കഴുകാത്തത് കൊണ്ട് നീ വിഷമിച്ച് എൻ്റെ മുന്നിൽ കള്ളം പറയല്ലേ കാഞ്ചനെ. ഗീതുവിനും അമ്മയ്ക്കിടയിലും പല പ്രശ്നങ്ങളുണ്ടാകും, അതിന് നീ അമ്മയുടെ സൈഡ് നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി നീ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞു ഗോവിന്ദൻ. അയ്യോ ഞാൻ ഇനി ആർക്കും ഒരു ഹെൽപ്പും ചെയ്യാൻ മാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാഞ്ചന പറയണു. കുതന്ത്രത്തിന് കൂട്ടു നിൽക്കാതെ നിന്നാൽ നിനക്ക് കൊള്ളാമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇതൊക്കെ ഗീതു കേട്ടു. ഗീതു പറഞ്ഞ കാര്യം നമ്മുടെ ഗോവിന്ദന് മനസ്സിലായെന്ന് ഗീതുവിന് മനസ്സിലായി. എന്താ സംഭവിച്ചെന്ന് കണ്ണേട്ടന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും യാഥാർത്ഥ്യം അന്വേഷിച്ചാൽ രാധികാമ്മയുടെ തനിനിറം കണ്ണേട്ടനുടനെ തന്നെ കണ്ടെത്തും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു നിന്ന് സ്വയം ചിന്തിക്കാം. ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് സുവർണയാണ്. സുവർണയും വരുണും നിന്ന് വീണ്ടും പ്ലാനിങ് നടക്കുവാൻ. അങ്ങനെ ആ ഒരു ഇവർ നടത്തിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ സംസാരിക്കുന്നു. അപ്പോഴേക്ക് രാധിക അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രാധികയും വരുണും അതുപോലെ തന്നെ ഇവളും കൂടി നിന്നിങ്ങനെ സംസാരിക്കുന്നത് ഗീതുവിനെതിരെ വന്ന ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഏതേൻ ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ എടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ വരുൺ ചോദിച്ചു. ഒരിക്കലും അത് വിശ്വാസത്തിൽ എടുക്കില്ല എന്നൊക്കെ പറയണം. അപ്പം അങ്ങനെ അത് വിശ്വസിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഇവർ തേടുന്നത്. അന്വേഷണം അവരിലേക്ക് എത്താതിരിക്കാൻ അജാസ് വളരെ ബോധപൂർവമാണ് സുവർണയാണ് സ്പൈ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ വരുൺ ഇവിടെ അവതരിപ്പിക്കുക, അതായത് സുവർണയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോലീസ് അന്വേഷണം നമ്മളിലേക്ക് എത്താതിരിക്കാൻ ഗോവിന്ദേട്ടനെയും ഗീതുവിനെയും കിഡ്നാപ്പ് ചെയ്ത ഗുണ്ടകളെ ഇല്ലാതാക്കാനാണ് അജാസു പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണു. അതത് രാധികയ്ക്ക് കൂടെ നിന്നിട്ട് അവൻ നമ്മളെ ചതിക്കുകയാണോ എന്ന് എനിക്കും ഇപ്പോൾ സംശയം തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കുറ്റകൃത്യം ചെയ്തവരെ ഇല്ലാതാക്കി അത് പ്ലാൻ ചെയ്തവരെ സേഫ് ആക്കുന്ന ഒരു കട്ടൗട്ടാണ് അജാസ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അജാസ് ഇത്രയും നാൾ പണിയെടുത്തത് വെറുതെ ആയി എന്നുള്ള കാര്യം സത്യമാണ്. ഇത് കറങ്ങിത്തിരിഞ്ഞ് അജാസ് ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഭാഗത്ത് വരികയും ചെയ്യും. ഇവർക്കത് ഇടിവെട്ട് ശത്രുതയായി മാറുകയും ചെയ്യും. അജാസിനെ തുരത്താൻ വേണ്ടി രാധിക ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഈ സമയം അന്ന് ഗീതുവിനെയും ഗോവിന്ദനെയും തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷണം വരുമ്പം കഥ നമ്മുടെ തലയിലേക്ക് വരും. അതാണ് അജാസ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുക രാധികയെ രണ്ടുപേരും കൂടി. അജാസിന് ഒരിക്കലും ഇനി അവരെ കിട്ടില്ലെന്നുള്ള കാര്യം സുവർണ നേരം പറഞ്ഞു. കിഡ്നാപ്പിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും നാട് വിട്ട് കഴിഞ്ഞെന്നും
അക്കൗണ്ടിൽ പണം കൃത്യമായി എത്തുന്ന കാലത്തോളം അവരാരും തിരിച്ചു വരില്ലെന്നുള്ള കാര്യങ്ങളും നമ്മുടെ സുവർണ പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ ഇതുവരെ ഗീതുവിനെതിരെ നമ്മൾ നടത്തിയ വധശ്രമങ്ങളൊക്കെ ചേതൻ ഗ്രൂപ്പിൻ്റെ തലയിലാണെന്നും അക്കാര്യം ഗീതു തന്നെ പോലീസിനോട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സേഫ് സോണിലാണെന്നുള്ള കാര്യം രാധിക പറയണം. അമ്മയ്ക്കും മൗനും സന്തോഷം, സുവർണയ്ക്കും സന്തോഷം. ഇപ്പോൾ ഗീതുവിനൊരു അപകടം ഉണ്ടായി, അവളും മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദി അത് ആരായിരിക്കും എന്ന് ചോദിച്ചു രാധിക. അപ്പോൾ വേറെ ആരെ സംശയിക്കാനാ? ഉത്തരവാദിത്വം ചേതൻ ഗ്രൂപ്പിന് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു സുവർണ. അങ്ങനെയായാൽ ഇനി അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് ആരംഭിച്ചാലോ എന്ന് രാധിക ചോദിക്കാം. അപ്പോൾ രാധിക കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ അജാസിനെ പുറത്ത് നിർത്തി കളിയിറക്കാനാണ് രാധിക ഇപ്രാവശ്യം പ്ലാൻ ഇടുന്നത്. കാരണം അജാസ് ആണല്ലോ ഇവരുടെ മുന്നിൽ ഇപ്പോൾ കരടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അജാസ് ഇതൊന്നും അറിയണ്ടെന്ന്. അങ്ങനെ ഇവിടുത്തെ കാരണവന്മാരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തന്നെ ഗീതുവിൻ്റെ ഫോട്ടോ തൂങ്ങണം എന്നുള്ള കാര്യം രാധിക ഇങ്ങനെ പറയുന്നു. അപ്പോൾ രാധിക അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സുവർണയ്ക്കും അതുപോലെ വരുണിനൊക്കെ ഒത്തിരി സന്തോഷമായി. അങ്ങനെ ആ ഒരു പ്ലാനും പദ്ധതിയും ഒരുക്കിയിട്ട് അവിടെ നിന്ന് രാധിക അങ്ങ് പോയി. രാധിക പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് മാത്രമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വരുൺ ഈ പറയുന്ന സുവർണയോട് പറയാം. മാധവൻ നായരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒന്നല്ല 2 പേരുടെ പടം മാലയിട്ട് വെക്കണമെന്നും ഗോവിന്ദ് മാധവിൻ്റെയും ഗീതുവിൻ്റേതുമായിരിക്കണം അതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ.